നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ നൂറ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗൂഗിളിൻ്റെ ഒരു പ്രത്യേക ഓപ്ഷനെ പറ്റിയാണ്. ഇതൊരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും, പക്ഷേ ചില ആളുകൾക്കൊന്നും അറിയില്ലായിരിക്കാം. അപ്പോൾ ആ അറിയില്ലാത്ത ആളുകൾക്കാണ് ഇത് നിങ്ങൾ ഷെയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അറിവില്ലാത്തവരാണിത് കാണേണ്ടത്. അതായത് ഗൂഗിൾ എന്ന് പറയുന്നത് ഒരു സെർച്ച് എഞ്ചിനാണ്. ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു സെർച്ച് എഞ്ചിനാണ്. അത് പ്രവർത്തിക്കുന്നതിൻ്റെ ഒരുപാട് വശങ്ങളുണ്ട്. അതിൻ്റെ മറ്റൊരു വശമാണ് ഞാൻ ഈ പറയുന്നത് ഗൂഗിൾ AI എന്നുള്ളത്. അപ്പോൾ ഈ ഗൂഗിൾ AIയോടനുബന്ധിച്ച് 110 ഭാഷകളോളം അല്ലെങ്കിൽ 125 ഭാഷകളോളം ലോകത്ത് കൈകാര്യം ചെയ്യുന്ന ഒരു AI. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജിയാണത് AI എന്ന് പറയുന്നത്. അപ്പോൾ അത് അതിനോട് സമ്മേളിപ്പിച്ച് ആണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് സെർച്ച് ചെയ്യുകയാണെങ്കിലും അതിനനുസരിച്ചുള്ള ഉത്തരങ്ങളും അതിനനുസരിച്ചുള്ള ചിത്രങ്ങളും, ഏത് ചരിത്രമായാലും ശരി, ഏത് പുതിയ സംഗതിയായാലും ശരി, നിങ്ങൾക്ക് അറിവില്ലാത്ത നോളജ് മുഴുവൻ ഗൂഗിൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ആരാണോ അവർക്ക് വേണ്ടി അവരുടെ മൊബൈലിൽ അപ്പോൾ തന്നെ സഡൻലി ആയിട്ട് ഒരു റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അതിൽ നമ്മളൊന്നും തന്നെ ബേജാറാവേണ്ട ആവശ്യമില്ല. പക്ഷേ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇംഗ്ലീഷ് അറിയാത്തവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇംഗ്ലീഷ് അറിയണം ഇതിന്. അപ്പോൾ ഈ ഇംഗ്ലീഷ് അറിയാത്തവർ എന്ത് ചെയ്യും എന്നാണെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതായത് നിങ്ങൾ ഗൂഗിളിൻ്റെ ലെൻസ് ബാറിൽ നിങ്ങളൊരു വിഷയം സെർച്ച് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ ഉടൻ തന്നെ ഗൂഗിൾ നിങ്ങൾക്കൊരു പേജ് മുന്നോട്ട് വെക്കുന്നു. ആ പേജിൽ നിങ്ങൾ പിന്തുടരാൻ ആഗ്രഹിക്കുന്ന വിഷയത്തിൽ തുടർച്ചയായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇത് നേരെ ക്രോമിലേക്കാണ് പോകുന്നത്. നമ്മുടെ മൊബൈലിലുള്ള ക്രോമിലേക്കാണ് പോകുന്നത്. ഈ ക്രോം എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറാണ്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മൾ സെർച്ച് ചെയ്ത വിഷയത്തിനെ പറ്റിയുള്ള ഒരു ഇംഗ്ലീഷിലുള്ള ഒരു ഫുൾ പേജ് തെളിഞ്ഞു വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഇംഗ്ലീഷിലുള്ള പേജ് വന്നു കഴിഞ്ഞാലാണ് ആർക്കും മനസ്സിലാവാത്തത്. അതായത് ഇന്ത്യയിലുള്ള 10-15 ഭാഷകൾ ഏതായാലും ശരി, ആ ഭാഷയിലേക്ക് അപ്പോൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു ടെക്നിക്ക് അവിടെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ആ വിഷയത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് ഇംഗ്ലീഷിൽ വന്നു എന്നിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്കത് നിങ്ങളുടെ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യണം എന്ന് വിചാരിക്കട്ടെ. അതായത് ഞാൻ ഹിന്ദിക്കാരനാണെങ്കിൽ ഹിന്ദി ഭാഷയിലേക്കും, ഞാൻ ബംഗാളിയാണെങ്കിൽ ബംഗാളി ഭാഷയിലേക്കും, ഞാൻ തമിഴനാണെങ്കിൽ തമിഴ് ഭാഷയിലേക്കും, ഞാൻ മലയാളിയാണെങ്കിൽ മലയാളി ഭാഷയിലേക്കും വിവർത്തനം ചെയ്യാം. അപ്പോൾ അതെങ്ങനെ എന്നാണെങ്കിൽ, ഇംഗ്ലീഷിൽ കാണുന്ന ആ പേജിൽ നമ്മൾ നമ്മുടെ തള്ളവിരൽ അല്പനേരം അമർത്തി പിടിക്കുക. ഉടൻ തന്നെ അവിടെ ഒരു എഴുത്തിങ്ങനെ തെളിഞ്ഞു കാണും. അതായത് ഇത് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യണോ എന്ന് ഒരു പേജ് വരുമ്പോൾ ട്രാൻസ്ലേറ്റിൽ നമ്മൾ കൈവെക്കുക. ഈ ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് വിവർത്തനം ചെയ്യണമോ എന്നാണ് ചോദിക്കുന്നത്. ട്രാൻസ്ലേറ്റ് എന്നതിൻ്റെ അർത്ഥം വിവർത്തനം എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾക്ക് ഇംഗ്ലീഷിൽ നിന്ന് വിവർത്തനം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വിവർത്തനം എന്ന ഓപ്ഷനിൽ കൈവെക്കുമ്പോൾ ഇത് വിവർത്തനം ചെയ്തു, പിന്നെ മലയാളമായി. അപ്പോൾ പിന്നെ ഈ ഗൂഗിളിനെ നമ്മൾ എന്തിനാണ് കുറ്റം പറയുന്നത്? നമുക്കറിയാത്തൊരു കാര്യമായിരുന്നില്ല ഇത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇനി മുതൽ ഏത് ഇംഗ്ലീഷ് ഭാഷയായാലും ശരി, നിങ്ങൾക്കത് മലയാളത്തിലാക്കാം, ഞാനീ പറഞ്ഞ ടെക്നിക്കിൽ. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് ലോകത്തുള്ള എല്ലാ ഭാഷകളെയും വിവർത്തനം ചെയ്യാൻ ഈ AI ആണ് ഗൂഗിൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ, വളരെ ഈസിയാണ് ഇത്. ഇതുപോലെ മറ്റൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നു. ഇതുവരെ എല്ലാവർക്കും നന്ദി. ഇതുവരെ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വീഡിയോ കണ്ടതിന് നന്ദി പ്രകാശിപ്പിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ കണ്ടുമുട്ടാം.